എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആൻഷ്യൻ സിവിലൈസേഷൻസ് പ്രാചീന നാഗരികതകൾ എന്ന പുസ്തകത്തിലെ ചൈനീസ് സിവിലൈസേഷനിലെ ചൗ വംശത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചൗ ഡൈനാസ്റ്റി എന്ന യൂണിറ്റ്. അതിൽ ദ പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ്, അതായത് ചൗ വംശത്തിനെ കുറിച്ച് നമ്മൾ തുടങ്ങി. ചൗ വംശത്തിൻ്റെ അധികാരത്തിലേക്കൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ആ ഒരു എത്രാം നൂറ്റാണ്ട്, ഒരു 5th century BCE, 5ാം നൂറ്റാണ്ട് BCE കാലഘട്ടത്തിൽ തുടങ്ങുന്ന ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു ചൈന എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഒരു 5ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഈ ചൈനീസ് എന്ന് പറയുന്ന, ഇന്നത്തെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. ഈ 5ാം നൂറ്റാണ്ട് BCE ഒരു 7 സ്ഥലങ്ങൾ തമ്മിൽ, 7 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 7 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അധികാരത്തിന് വേണ്ടി തർക്കങ്ങളുണ്ടായി. ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ വേണ്ടത് എന്നതിൻ്റെ രീതിയിൽ തർക്കങ്ങളുണ്ടായി. ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിന് ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ തല്ലുകൂടുന്ന, കോൺഗോസ്റ്റ് ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിനെ നമുക്ക് ദ വാറിംഗ് പീരീഡ് എന്ന് വിളിക്കാൻ പറ്റും. ദ പീരീഡ് ഓഫ് വാറിംഗ് സ്റ്റേറ്റ്സ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനെയാണ് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു 250 വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ള യുദ്ധമാണ് അന്ന് ചൈനയിൽ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ചൈനയിൽ ഇരുമ്പ് വ്യാപകമായിട്ട് ഉപയോഗിക്കാനും തുടങ്ങുന്നത്. ഇരുമ്പിന്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടമാണ് ചൈനീസ് സിവിലൈസേഷനിലെ ഇരുമ്പ് യുഗമായിട്ട് അറിയപ്പെടുന്നത്. ദ പീരീഡ് ഓഫ് അയേൺ യൂസേജ്, ഇരുമ്പ് ഉപയോഗിക്കുന്ന കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു പ്രത്യേക വാറിംഗ് പീരീഡ് ആയിരുന്നു നമുക്ക് പറയാം. ഇനി ഈ യുദ്ധങ്ങളുടെ അവസാനം, 5ാം നൂറ്റാണ്ട് BCE യുദ്ധങ്ങളുടെ അവസാനം 4-3 നൂറ്റാണ്ടുകളിലൊക്കെ യുദ്ധം നടന്നു. 4-3 BCE കേട്ടോ, നൂറ്റാണ്ടിലൊക്കെ യുദ്ധം നടന്നിട്ട് ചിൻ എംപയർ ആണ് അധികാരത്തിലേക്ക് അവസാനമായിട്ട് വരുന്നത്. ചിൻ എന്ന് പറഞ്ഞതിൻ്റെ കീഴിലൊരു സ്റ്റേറ്റ് രൂപീകരിക്കുകയാണ്. ഈ ചിൻ ഡൈനാസ്റ്റി, ചിൻ വംശം ഒരു സെൻട്രലൈസ്ഡ്, ഒരു കേന്ദ്രീകൃത ഭരണകൂടം രൂപീകരിക്കുകയും അതുപോലെ തന്നെ ചൈനയിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസം, എന്താ പറയുക, പ്രഭുത്വവാഴ്ചയ്ക്ക് ഒരു പ്രഭുത്വവാഴ്ച ഇല്ലായ്മ ചെയ്യാൻ ശ്രമങ്ങൾ എടുക്കുകയും ചെയ്ത ഒരു എംപറർ ആയിരുന്നു ചിൻ എംപറർ എന്ന് പറയുന്നത്. അങ്ങനെ ചിൻ ഭരണാധികാരിയുടെ കീഴിലൊരു കേന്ദ്രീകൃത ഭരണകൂടത്തിന് തുടക്കം കുറിച്ചു. ഈ ഒരു കാലഘട്ടം ഒരു 6ാം നൂറ്റാണ്ട് BCE മുതൽക്ക് 10ാം നൂറ്റാണ്ട് BCE മുതൽക്ക് ഒരു 6ാം നൂറ്റാണ്ട് BCE വരെയുള്ള ഒരു കാലഘട്ടം നമുക്ക് ക്ലാസിക്കൽ ഏജ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. 10ാം നൂറ്റാണ്ട് മുതൽ 10th to 6th century BCE എന്ന് പറയുന്ന കാലഘട്ടത്തിനെ എന്താണ് അറിയപ്പെടുന്നത്? ക്ലാസിക്കൽ ഏജ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ക്ലാസിക്കൽ ഏജിന് ശേഷമാണ് ഈ വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു പീരീഡും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ ഏജ് കഴിഞ്ഞിട്ടാണ് വാറിംഗ് എംപയർ, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗോസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക രാജ്യമായിട്ട് ചൈന മാറുന്നത്. ദെൻ ഈ 10ാം നൂറ്റാണ്ട് മുതൽ 6ാം നൂറ്റാണ്ട് BCE വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈറ്റേഴ്സും ഒരുപാട് റെക്കോർഡ്സും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ള റെക്കോർഡ്സിന് ഷൂ എന്ന് പറയുന്നുണ്ട്. ഒരു വിഭാഗം റൈറ്റിങ്സിന്, ഒരു വിഭാഗം എഴുത്തുകളതിനെ ഷൂ എന്നാണ് പറയുന്നത്. ഷൂ എന്ന് വെച്ചാൽ ഒരു കളക്ഷൻ ഓഫ് റെക്കോർഡ്സിനെയാണ് ഷൂ എന്ന് പറയുന്നത്. ഇത് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളുമാണുള്ളത്. അവിടെ നടന്നിട്ടുള്ള കുറെ നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒത്തുതീർപ്പുകൾ, കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ആണ് ഈ ഷൂ എന്ന് പറയുന്നത്. ഈ ഷൂവിനെ തന്നെ ഷാങ് ഷൂ എന്നും അറിയപ്പെടുന്നത്. SHANG ഷാങ് ഷൂ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തൊരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഷീ ആണ്. SHIH
ഷീ എന്ന് പറഞ്ഞാൽ പോയംസ് ആണ്, വിവിധങ്ങളായിട്ടുള്ള ലവ് സ്റ്റോറീസ്, അതുപോലെ തന്നെ ലൈഫ്, അവിടുത്തെ ആൾക്കാരുടെ ജീവിതമൊക്കെ മുൻനിർത്തിയിട്ടുള്ള പോയംസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഷീ എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഹൈംസ് അല്ലെങ്കിൽ പോംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഷീ എന്ന് പറയുന്നത്. വേറൊരു റെക്കോർഡ്സ് കൂടെ ഉണ്ട്, അനാൽസ് എന്നറിയപ്പെടുന്നത്. അനാൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെക്കോർഡ്സിനെയാണ് അനാൽസ്, ചരിത്രത്തിന് പ്രാധാന്യം നൽകുന്ന റെക്കോർഡ്സ് ആയിരുന്നു അനാൽസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും റൂളേഴ്സിന്റെ ഉത്തരവുകൾ കാര്യങ്ങളൊക്കെയാണ്, നടന്നിട്ടുള്ള സംഭവങ്ങൾ ആസ്പദമാക്കിയുള്ള ശേഖരണമാണ് അനാൽസ് എന്ന് പറയുന്നത്. അപ്പൊ ലൂ എന്ന് പറയുന്ന കിങ്ഡം ഓഫ് ലൂ കിങ്ഡത്തെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ ഒരു അനാൽസിന്റെ റെക്കോർഡ്സിൽ, അനാൽസ് എന്ന് പറഞ്ഞ റെക്കോർഡ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറഞ്ഞ ആ കാലഘട്ടത്തിലുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് അനാൽസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ആ ക്ലാസിക്കൽ ഏജ് എന്ന് പറയാൻ കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട റെക്കോർഡ്സ്, അന്ന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം അടുത്തൊരു എംപയർ ആണ് നമ്മൾ വാറിംഗ് സ്റ്റേറ്റ്സിൽ ഷിങ് വംശം അധികാരത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു, ഷിങ് ഡൈനാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കിൻ ഡൈനാസിറ്റി. QIN കിൻ വംശം. 221 മുതൽക്ക് 206 BC, അതായത് ഒരു 3rd സെഞ്ചുറി BC എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് സെഞ്ചുറി ആ ഒരു BC കാലഘട്ടത്തിൽ, 2nd സെഞ്ചുറി BC കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് കിൻ വംശം എന്ന് പറയുന്നത്. ഈ കിൻ വംശമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് നിന്നിട്ടുള്ള ഈ വാറിംഗ് സ്റ്റേറ്റ്സ്, യുദ്ധത്തിലുണ്ടായിരുന്ന ചൈനീസ് സ്റ്റേറ്റ്സിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത് ഈ കിൻ വംശമാണെന്ന് നമുക്ക് പറയാം. യുണൈറ്റിംഗ് ദ വാറിംഗ് സ്റ്റേറ്റ്സ് ഇൻ ചൈനയിലെ വാറിംഗ് സ്റ്റേറ്റ്സിനെ യുണൈറ്റ് ചെയ്യലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഈ സമയത്ത് കിൻ വംശത്തിന് ഒരുപാട് പുറമേ നിന്നുള്ള ഗോത്രങ്ങളുടെയൊക്കെ കടന്നുകയറ്റം, ആക്രമണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരിടുന്ന സമയത്താണ് കിൻ വംശം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ കിൻ വംശം രൂപീകരിക്കുന്നത് ആദ്യം അതിന് നേതൃത്വം നൽകുന്നത് ഷെങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. CHENG. ഷെങ് രാജകുമാരനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ 13ാമത്തെ വയസ്സിൽ പല സ്ഥലങ്ങളും കോൺഗോർ ചെയ്തിട്ട് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ചൈന വെട്ടിപ്പിടിച്ച് ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ഒരു കിൻ വംശത്തിന് തുടക്കം കുറിക്കുന്നത്. ദെൻ ദ ഫസ്റ്റ് നോൺ റൂളർ ഇൻ കിൻ ഡൈനാസ്റ്റി, ആദ്യത്തെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള കിൻ റൂളർ എന്ന് പറയുന്നത് യിങ് ഷെങ് ആണ്. YING യിങ് ഷെങ് അദ്ദേഹമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു വംശത്തിന്റെ അല്ലെങ്കിൽ ഈ വംശത്തിന്റെ ഒരു രാജാവായിട്ട് അറിയപ്പെടുന്നത് ഇതാണ്. ഫസ്റ്റ് നോൺ കിങ് എന്ന് പറയുന്ന ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിന് തന്നെ വേറൊരു പേരും അറിയപ്പെടുന്നത് യിങ് ഷെങ്ങിനെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, കിൻ ഷി ഹുവാങ് ടി. എന്താണ്? കിൻ ഷി ഹുവാങ് ടി. QINSHIH കിൻ ഷി. ദെൻ HUANG-TI ഹുവാങ് ടി. കിൻഷി ഹുവാങ് ടി എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. He was known as the first emperor of Qin dynasty. കിങ് വംശത്തിന്റെ ആദ്യത്തെ എംപറർ എന്ന് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നു. ഇദ്ദേഹം ഒരു 11 വർഷത്തോളം ഭരിക്കുന്നുണ്ട്. 42 ചെറിയ ചെറിയ ഏരിയകളൊക്കെ കൂടി യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭരണം നടത്തുന്നുണ്ട്. അദ്ദേഹവും ഫ്യൂഡലിസം, ഈ പ്രഭുത്വവാഴ്ച നിർത്തലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 221 BC-യിൽ പ്രഭുത്വവാഴ്ച നിർത്തലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടക്കുന്നുണ്ട്. 221 BC ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഇദ്ദേഹം വാണിജ്യ മേഖലയിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് മെഷേഴ്സിനൊക്കെ ഒരു കോമൺ ആയിട്ട് ഈ തൂക്കക്കട്ടി കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരേപോലെ കൊണ്ടുവരാനും അങ്ങനെ ഈ സംവിധാനങ്ങളിലൊക്കെ ഒരുപാട് ഏകീകരണം, സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കും എപ്പോഴും എല്ലായിടത്തും ഒരേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഒക്കെ അതിന്റെ ബേസിസിൽ ഒരേപോലെ ആക്കി, നികുതി പിരിക്കൽ, രാജ്യത്ത് എല്ലായിടത്തും നികുതി പിരിക്കുന്ന സംവിധാനം, അതുപോലെ തന്നെ നിയമങ്ങൾ, വ്യക്തി നിയമങ്ങളും അല്ലാതെയുള്ള പൊതു നിയമങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. ഹുവാങ് ടി അഥവാ യാങ് ഷെങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു വലിയ പാലസ്, ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു എഴുത്ത് എന്ന് പറയുന്ന രീതി കൂടുതൽ ഏകീകൃതമായത്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോമൺ എഴുത്ത് രീതി, സ്റ്റാൻഡർഡൈസ്ഡ് റിട്ടേൺ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റിട്ടേൺ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഏകീകൃതമായിട്ടുള്ള, കുറച്ചും കൂടെ വിപുലമായിട്ടുള്ളൊരു, എല്ലായിടത്തും ഒരുപോലെയുള്ള
ഒരു എഴുത്ത് രീതി, റിട്ടൺ ലാംഗ്വേജ് അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദെൻ യാത്രാ സൗകര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറയുന്ന മേഖലയിൽ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ രീതിയിലൊക്കെ വളരെ മികച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് അഫയേഴ്സിൽ ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ മികച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കിൻ വംശത്തിലെ രാജാക്കന്മാര് എഴുത്തിനെ അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, റൈറ്റിങ്സിനെ അവര് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ എഴുതുന്നവരെ, റൈറ്റേഴ്സിനെ, ഫിലോസഫേഴ്സിനെ തുടങ്ങിയവരെയൊക്കെ ആ വംശത്തിൽ നിന്ന്, ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും പല പുസ്തകങ്ങളും കത്തിച്ചു കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലിറ്റററി ബുക്സും കാര്യങ്ങളൊക്കെ കത്തിച്ചു കളയുക, അതുപോലെ തന്നെ സ്കോളേഴ്സിനെ, ചിന്തകരായിട്ടുള്ള ആൾക്കാരെയൊക്കെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറെ മാറ്റങ്ങൾ കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ദെൻ കിൻ വംശം പലപ്പോഴും പരാജയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും രാജഭരണത്തിൽ കൂറുണ്ടായിരുന്ന ആൾക്കാർ പതുക്കെ കൂറ് മാറ്റുക, പാരവയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ കിൻ വംശവും ഇല്ലാതായി. കിൻ വംശത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വംശമാണ് ഹാൻ വംശം എന്ന് പറയുന്നത്. 206 BC മുതൽക്ക് 220 BC വരെയുള്ള ഒരു വംശമാണ് ഹാൻ വംശം എന്ന് പറയുന്നത്. അതായത് ഈ കിൻ വംശത്തിന്റെ റൂളർ ആയിരുന്ന യങ്ഷൻ കിൻ വംശത്തിന്റെ റൂളർ ആയിട്ടുള്ള യങ്ഷന് ശേഷം അവിടെ ചില റിബല്യൻസ്, ചില യുദ്ധങ്ങളൊക്കെ നാടുകളിൽ രൂപീകരിക്കുകയും അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് റിബലായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ആ റിബലായിട്ടുള്ള ആൾക്കാരിൽ ഒരു പ്രധാനിയായിരുന്നു സ്യാങ്യു എന്ന് പറയുന്നത്. സ്യാങ്യു, HSIANG, സിയാങ്യു എന്ന് പറയുന്ന ഒരാള് ഒരു ലീഡിങ് റിബൽ ആയിരുന്നു, പ്രധാനപ്പെട്ട റിബൽ ആയിരുന്നു. അദ്ദേഹം ഇവരെല്ലാവരും മാറ്റിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുന്നുണ്ട്. 206 BC അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അധികം വൈകാതെ തന്നെ ഈ ഷാങ്യുവിനെ മറികടന്നുകൊണ്ട് മറ്റൊരു റിബൽ നേതാവായിട്ടുള്ള വേറൊരാള് ലിയോപാങ് എന്ന് പറഞ്ഞ ജനറൽ അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ സ്യാങ്യുവിനെ മറികടന്നുകൊണ്ട് ലിയൂപാങ് അധികാരത്തിലേക്ക് വരികയും ലിയൂപാങ് അദ്ദേഹത്തിന് സ്വയം രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്യുന്നുണ്ട് 207 BC. അങ്ങനെ ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങൾ നടക്കുകയും ഒരു റൂളർ വരുന്നു, അയാളെ മാറ്റിക്കൊണ്ട് മറ്റൊരു റൂളർ വരും. അപ്പോൾ ഒരു റിബൽ ആയിട്ടുള്ള കുറെ റൂളേഴ്സ് വരുന്ന ഒരു സ്ഥിതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ ഈ ലിയൂപാങ് 207 BC അവിടെ അധികാരത്തിലേക്ക് വരികയും അദ്ദേഹമാണ് ഷാങ് എന്ന് പറയുന്ന ഒരു വംശത്തിന്, അല്ലെങ്കിൽ ഹാൻ വംശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നതാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ വംശത്തിന് ഇട്ട പേരാണ് ഹാൻ എന്ന് പറയുന്നത്. ആരാണ്? ലിയൂപാങ്. ദെൻ അദ്ദേഹം കുറച്ചു കാലം അവിടെ ഭരിക്കുന്നുണ്ട്. അങ്ങനെ ഭരിച്ച് അദ്ദേഹത്തിന്റെ സമയത്താണ് ഒരു പുറത്തുനിന്നുള്ള ട്രൈബൽ ഗ്രൂപ്പാണ് ഹൂൻസ് എന്ന് പറയുന്നത്. ഹൂൻസ്. ഈ ഹൂൻസിന്റെ ആക്രമണം ഉണ്ടാവുകയും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവുക ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ലിയോപാങ്ങിന്റെ അധികാര കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹൂനന്മാരുടെ ആക്രമണം ലിയോപാങ്ങിനെ ഏൽക്കുന്നുണ്ട്. ലിയോപാങ് അടുത്ത രാജാവായിട്ടുള്ള ലിയോപാങ്ങിനെ ഹൂനന്മാരെ ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ലിയോപാങ്ങിന് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റുന്നു. അങ്ങനെ അദ്ദേഹം അവശനായിട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ലിയോപാങ്ങിന് എന്താ പറയാ, ഡോക്ടേഴ്സിനെ ഒന്നും ഇഷ്ടമല്ല, ഡോക്ടേഴ്സിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡോക്ടേഴ്സ് നോക്കാനോ കാര്യത്തിനോ ഒന്നും സമ്മതിച്ചില്ല. അങ്ങനെ ലിയോപാങ് യാതൊരുവിധ ചികിത്സയും എടുക്കാതെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഹൂനന്മാരുടെ അറ്റാക്ക് ഉണ്ടായെങ്കിലും രക്ഷപ്പെടാമായിരുന്നെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ മരിച്ചു പോയ ഒരാളാണ് ലിയോപാങ്. 52-ാമത്തെ വയസ്സിൽ അങ്ങനെ അദ്ദേഹം മരിക്കുന്നു. ലിയോപാങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലൂ ആണ് അധികാരത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ലൂ അധികാരത്തിലേക്ക് വന്നു. പിന്നെ ഒരു 8 കൊല്ലത്തോളം ചൈനയിൽ ലൂ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ലൂവിന് ശേഷം അധികാരത്തിലേക്ക് വെൻടി വന്നു. വെൻടി വന്നു. അദ്ദേഹത്തിന് ഒരു ടാവോയിസ്റ്റ് ഫോളോവർ ആയിരുന്നു അദ്ദേഹം. 150 മുതൽ 157 BC കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിക്കുന്നുണ്ട്. അതിനുശേഷം ഷിങ്ടി അധികാരത്തിലേക്ക് വന്നു. ഷിങ്ടി അധികാരത്തിലേക്ക് വന്നു. ഷിങ്ടിക്ക് ശേഷം വന്നൊരു റൂളറാണ് വൂട്ടി. വൂട്ടി. പിന്നീട് ഈ ഹാൻ വംശത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റൂളറാണ് വൂട്ടി എന്നാണ്. അതുള്ള റൂളേഴ്സൊക്കെ ജസ്റ്റ് പറയുന്നെങ്കിലും വൂട്ടി ഒരു പ്രധാനപ്പെട്ട റൂളറായിരുന്നു.
ഹാൻ വംശത്തിന്റെ 7ാമത്തെ റൂളറായിട്ടാണ് വൂട്ടി അധികാരത്തിലേക്ക് വരുന്നത്. ഈ വൂട്ടിയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ ഫ്യൂഡൽ ലോർഡ്സ്, പ്രഭുക്കന്മാര് പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു വൂട്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ അദ്ദേഹം അതെല്ലാം കൂടെ ഏകീകരിച്ച് ഒരുമിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഹാൻ ഡൈനാസ്റ്റിയുടെ കീഴിൽ ചൈനയെ മൊത്തം ഏകീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. അദ്ദേഹം ഒരു 41 വർഷക്കാലം ചൈനയിലെ ഹാൻ വംശം കൊണ്ടു നടക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഈ ഒരു ഹാൻ വംശം പല രീതിയിൽ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ആ സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഏകീകൃത ഭരണ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. സാധാരണക്കാരെ അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രധാനപ്പെട്ട പൊസിഷൻസിലേക്ക്, ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട പൊസിഷൻസിലേക്ക്, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ സാധാരണക്കാർക്ക് കൊടുക്കുമായിരുന്നു. അതുവരെ നൊബിൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഈ പ്രധാനമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന അവർക്കൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്നു സാധാരണക്കാർക്ക് ഈ ഭരണകാര്യങ്ങളിലൊക്കെ അവസരം കൊടുത്ത റൂളറാണ് വൂട്ടി. ദെൻ അദ്ദേഹം ഒരു കൺഫ്യൂഷനിസം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ഒരു ആശയം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു വൂട്ടി. ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങൾ ഏകീകരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് ശേഷം എംപയറിൽ കാര്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ തന്നെ ജനറൽമാരായിട്ടുള്ള അനുനായികളായിട്ടുണ്ടായിരുന്ന ആൾക്കാര് ചൈനയുടെ സദേൺ ഭാഗം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തന്നെ അനുയായികൾ കാന്റൻ എന്ന് പറഞ്ഞ സ്ഥലം ക്യാപിറ്റൽ ആക്കി വെച്ചുകൊണ്ട് തലസ്ഥാനമാക്കി വെച്ചുകൊണ്ട് സദേൺ പാർട്സ്, ദക്ഷിണ ഭാഗങ്ങൾ ഭരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാറ്റം ഇദ്ദേഹത്തിന്റെ ഭരണശേഷം വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ കൊറിയയുടെയൊക്കെ പല ഭാഗങ്ങളും ഇദ്ദേഹത്തിന് ഈ ഹാൻ വംശത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു അത്. അപ്പൊ ഇങ്ങനെയായിരുന്നു ഹാൻ വംശത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വൂട്ടിയുടെ മരണത്തിന് ശേഷം കുറെയൊക്കെ കറപ്റ്റഡ് ആയി, മൊത്തത്തിൽ ആ ഒരു എംപയർ തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹാൻ വംശത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളിതിൽ ആ വാറിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് ചൈനയിലെ കിൻ വംശം പറഞ്ഞു, ദെൻ മെയിൻ ആയിട്ട് വൂട്ടീനെ കുറിച്ച് പറഞ്ഞു, ഹാൻ വംശം, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. ഈ വൂട്ടിയുടെ ഭരണകാലത്ത് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കൺഫ്യൂഷനിസം എന്ന് പറയുന്നത്. ഒരു മേജർ ഫിലോസഫി, ഒരു തത്വചിന്തയായിരുന്നു കൺഫ്യൂഷനിസം. അതിനെ വളർത്തിയതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് വൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള റൂളറാണ്. ഈ കൺഫ്യൂഷനിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിലോസഫി ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ബ്യൂറോക്രാറ്റ്സ് ആൻഡ് എഡ്യൂക്കേറ്റഡ് മെൻ, വിദ്യാസമ്പന്നരായിട്ടുള്ളവരും അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ ഭാഗത്തിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവർക്കും വിദ്യാസമ്പന്നർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫിലോസഫി, ഒരു തത്വചിന്തയാണ് ഈ കൺഫ്യൂഷനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയത്തിനെ വൂട്ടി നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വൂട്ടിയുടെ കാലഘട്ടത്തിൽ ഈ കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, രണ്ട് പ്രധാനപ്പെട്ട സ്കോളേഴ്സ് എന്ന് പറയുന്നത് കുങ് സുൻ ഹുങ്ങും വേറൊന്ന് ടുങ് ഷുങ് ഷു ആണ്. സ്പെല്ലിംഗ് പറയാം. കുങ് സുൻ ഹുങ് എന്ന് വെച്ചാൽ KUNGSUNHUNG, അതാണ് കുങ് സുൻ ഹുങ്. മറ്റൊരു ഫിലോസഫർ ടുങ് ഷുങ് ഷു, TUNGCHUNGSHU, അതാണ് ടുങ് ഷുങ് ഷു. ഇവർ രണ്ടുപേരാണ് പ്രധാനപ്പെട്ട ഒരു സ്കോളേഴ്സ് ആയിട്ട് കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചിട്ടുള്ള വൂട്ടിയുടെ കണ്ടംപററി ആയിട്ട്, വൂട്ടിയുടെ സമകാലീനായിട്ടുള്ള രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഈ ഒരു ആശയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള, കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ആശയത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വർക്കാണ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം ആനൽസ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് ആൻഡ് ഓട്ടം അനാൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ഈ കൺഫ്യൂഷ്യസിന്റെ കുറെ ആശയങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം അനാൽസ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കൺഫ്യൂഷനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ക്ലാസിക്കൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ആശയത്തിന്
ആ രാജ്യത്തിന്റെ ബ്യൂട്ടിയുടെ എംപയറിന്റെ സമയത്ത് അല്ലെങ്കിൽ ഹാൻ വംശത്തിന്റെ ഒഫീഷ്യൽ ഫിലോസഫി ആയിട്ട് ഒരു ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് ആ രാജ്യത്തിന്റെ തന്നെ തത്വചിന്തയായിട്ടായിരുന്നു ഹാൻ ഡൈനാസ്റ്റി വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ബ്യൂട്ടിയെ കുറിച്ച് ഉള്ള ഒരു കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞ ആശയവുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഹാൻ വംശത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഹാൻ വംശത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. ദെൻ ഹാൻ വംശത്തിന് ശേഷം രൂപാന്തരപ്പെട്ടിട്ടുള്ള മറ്റ് വംശങ്ങൾ, ഹാൻ വംശത്തോട് കൂടിയിട്ട് പ്രധാന വംശങ്ങളുടെയൊക്കെ കഴിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ വംശങ്ങളും ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലേറ്റർ വംശങ്ങളിൽ പറയുന്നു. ഒന്ന് സൂയ് വംശം, സൂയ് SUI, സ്യൂ ഡൈനാസ്റ്റി. സ്യൂ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാൻ വംശത്തിനൊക്കെ ശേഷം രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. നോർത്ത് ആൻഡ് സദേൺ ചൈന, നമ്മൾ പറഞ്ഞു ഹാൻ വംശത്തിന്റെ അവസാനം സദേൺ ഭാഗത്തിലേക്ക് കുറച്ച് റിബൽസ് സദേൺ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് ഭരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ മാറ്റിയിട്ട് സൂയ് വംശം വന്നപ്പോൾ അഗെയിൻ നോർത്ത് ആൻഡ് സദേൺ ചൈനനെ ഏകീകരിപ്പിച്ചു. ദെൻ അവർ ഗ്രേറ്റ് വാൾ വൻമതിൽ ഒന്നുകൂടെ സ്ട്രോങ് ആയി പണിയുകയെല്ലാം ചെയ്തു. അതുപോലെ തന്നെ ഒരു വലിയ ഗ്രാൻഡ് കനാൽ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സൂയ് വംശത്തിന് ശേഷമുള്ളതാണ് ടാങ് വംശം, TANG. ടാങ് വംശം ഈ കാലഘട്ടത്തിലാണ് കലയ്ക്കും വാണിജ്യത്തിനും കൂടുതൽ മെച്ചം ഉണ്ടായ ഒരു കാലഘട്ടം. സൂയ് വംശത്തിന് ശേഷമുള്ള ടാങ് വംശം. ടാങ് വംശത്തിന് ശേഷം അറിയപ്പെടുന്നത് പീരീഡ് ഓഫ് 5 ഡൈനസ്റ്റീസ് എന്നാണ്. 5 വംശങ്ങളുടെ ഭരണകാലം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ടും 5 വംശം ഉണ്ടായിരുന്നു. അവർ അഗെയിൻ ചൈനനെ നോർത്ത് ആൻഡ് സൗത്ത് എന്ന് ഡിവൈഡ് ചെയ്തു. അവരിൽ കുറേ വിദേശ ശക്തികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭരണമായിരുന്നു 5 വംശം എന്ന് പറയുന്നത്. ദെൻ സോങ് വംശത്തിൽ പറയുന്നത്, സോങ് വംശം എഗെയിൻ പിരിഞ്ഞു പോയിട്ടുള്ള ചൈനയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഭരണം നടത്തി. സോങ് വംശം ഈ കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് കുറച്ചും കൂടെ മെച്ചപ്പാടുണ്ടാവുന്നുണ്ട്. അയേൺ കൊണ്ടുള്ള ഇരുമ്പിന്റെ കുറേ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉപ്പ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ആർട്ട് ആൻഡ് പോട്ടറി മേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മൺകുടങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ മെച്ചപ്പാടുണ്ടാകുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നൊരു വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചൊരു കാലഘട്ടമായിട്ടാണ് സോങ് വംശത്തിന്റെ കാലഘട്ടം കണക്കാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒന്നാണ് യുവാൻ വംശം, YUAN, യുവാൻ വംശം. 13ാം നൂറ്റാണ്ടിലാണ് യുവാൻ വംശം വരുന്നത്. ഈ ഒരു യുവാൻ വംശത്തിന്റെ കാലഘട്ടത്തിൽ മംഗോളിയൻ ഇൻവേഷൻ ഉണ്ടാവുന്നുണ്ട് ചൈനയിൽ. മംഗോൾസ് എന്ന് പറയുന്ന ഭാഗത്തിന്റെ കടന്നുകയറ്റവും ഇതൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം കുറെ കാലം മംഗോൾസ് ആണ് ഈ ചൈനയിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ചൈനയുടെ അറിയപ്പെടുന്ന വാണിജ്യ പാതയായിരുന്നു സിൽക്ക് റോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന വാണിജ്യ പാതകളൊക്കെ കൈയടക്കി വെച്ചത് മംഗോൾസ് ആയിരുന്നു. മംഗോൾസിന് ശേഷം അല്ലെങ്കിൽ യുവാൻ വംശത്തിന് ശേഷം വന്നത് മിങ് വംശമാണ്, MING, മിങ് വംശമാണ് ചൈനീസ് ആയിട്ടുള്ള ലാസ്റ്റത്തെ വംശം എന്ന് പറയുന്നത്. ലാസ്റ്റ് ചൈനീസ് വംശം എന്ന് പറയുന്നതാണ് മിങ് വംശം. അവരും ഈ വൻമതിലും കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മിങ് വംശത്തിന് ശേഷം വന്നത് കിങ് വംശമാണ്, QING, കിങ് വംശം. കിങ് വംശം എന്ന് പറഞ്ഞാൽ ഫോറിൻ വംശമായിരുന്നു, വിദേശ വംശമായിരുന്നു. ഇവിടെ വന്നിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ കിങ് വംശത്തിന് തന്നെയാണ് മഞ്ജു വംശം എന്ന് അറിയപ്പെടുന്നത്. മഞ്ജു ഡൈനസ്റ്റി അല്ലെങ്കിൽ മഞ്ജു വംശം എന്ന് അറിയപ്പെടുന്നത് കിങ് വംശത്തിനെ തന്നെയാണ്. ഇറ്റ് വാസ് എ ഫോറിൻ ഡൈനസ്റ്റി, ഒരു വിദേശ ശക്തിയായിരുന്നു അവർ ഇതാക്കുന്നുണ്ട്. പിന്നീട് ഈ കിങ് വംശത്തിനെ ജനങ്ങൾ തന്നെ എടുത്ത് പുറത്തേക്ക് എറിയുകയും ഒരു റിപ്പബ്ലിക്കൻ അതോറിറ്റി കൊണ്ടുവരികയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും 1911 ഒക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു ചൈനയിൽ പിന്നീട് വന്നിട്ടുള്ള വംശങ്ങളുടെ ഒരു ചെറിയ രൂപം എന്ന് പറയുന്നത്. ഇനി ചൈനയിൽ നിലനിന്നിട്ടുള്ള ഒരു സോഷ്യൽ ഹൈറാർക്കി എങ്ങനെയാണെന്ന് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ചൈനയിലെ സോഷ്യൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടോപ്പ് ഒരു സാമൂഹിക ശ്രേണീകരണം, അത് എല്ലായിടത്തെയും പോലെ തന്നെ അന്ന് ചൈനയിലും ഉണ്ടായിരുന്നു. വിവിധ വംശങ്ങൾ ഭരിക്കുമ്പോഴും ചൈനയിൽ നിലനിന്നിരുന്ന സാമൂഹിക ശ്രേണീകരണം അല്ലെങ്കിൽ ഹൈറാർക്കിയൽ പൊസിഷൻസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഏറ്റവും ടോപ്പില് സമ്പന്നരും അതുപോലെ തന്നെ സമൂഹത്തിൽ എല്ലാവിധ പ്രിവിലേജുകളും എല്ലാവിധ അംഗീകാരങ്ങളും ഉള്ള മനുഷ്യർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ടോപ്പ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിരുന്നു ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത്. അതിനുശേഷം വരുന്നത് ഓഫീസറും അല്ലെങ്കിൽ സിവിൽ സർവൻസും ഒക്കെയാണ്. ഈ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള മേഖലകളൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നീട് വരുന്നത്. അതിന് താഴെ വരുന്നത് പെസൻസ് ആൻഡ് ഫാർമേഴ്സ് ആണ്, കർഷകരാണ് അതിന് താഴെ വരുന്നത്. കർഷകർക്ക് ശേഷം നമുക്ക്
മറ്റ് കൈത്തറി തൊഴിലുകൾ ചെയ്യുന്ന വിഭാഗക്കാരെ, ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്മാൻ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും കൈത്തറി തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്മാൻ വരുന്നുണ്ട്. ഏറ്റവും താഴെ അറ്റ് ദ ബോട്ടം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ആ ഒരു വംശത്തിനെ പിടിച്ചു നിർത്തുന്ന മെർച്ചന്റ് ഗ്രൂപ്പ്സ് ആയിരുന്നു, വാണിജ്യ വിഭാഗക്കാരായിരുന്നു ഏറ്റവും താഴെ വരുന്നത്. ഇതാണ് ചൈനയുടെ ഒരു സോഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, സാമൂഹിക തരംതിരിവ് എന്ന് പറഞ്ഞു. അറ്റ് ദ ടോപ്പ് ആരാണ് വരുന്നത്? ഏറ്റവും മുകളിൽ എല്ലായിടത്തെയും പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രിവിലേജ്ഡ് സെക്ഷൻ, വെൽത്തി ആൻഡ് പ്രിവിലേജ്ഡ് സെക്ഷൻ ഏറ്റവും മുകളിൽ വരുന്നു. അതിന്റെ താഴെ ആരാണ് വരുന്നത്? ഓഫീസിലും അതുപോലെ തന്നെ സിവിൽ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വരുന്നു. ദെൻ അതിന് താഴെ ആരാണ് വരുന്നത്? പെസൻസ് ആൻഡ് ഫാർമേഴ്സ്, കർഷകർ വരുന്നു. അതിനും താഴെ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ് വർക്കേഴ്സ് വരുന്നു, വിവിധ കൈത്തറികളും അതുപോലെ തന്നെ കലാരംഗത്തുള്ളവരൊക്കെ വരുന്നു. ഏറ്റവും താഴെ മെർച്ചന്റ് ഗ്രൂപ്പ് വരുന്നു. ഇതായിരുന്നു ചൈനയുടെ ഒരു സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ താങ്ക് യു.